അല്ലാഹു പറയുന്നു വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈആ. നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുക, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാനും പാടില്ല. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നിങ്ങൾ ഏറ്റവും നന്നായി വർത്തിക്കുകയും ചെയ്യുക. സൂറത്തുൽ അൻആമിന്റെ 151-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുകും അലൈക്കും അല്ലാ തുശ്രികൂ ബിഹി ഷൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാന. നബിയെ പറയുക, തആലൂ നിങ്ങൾ വരിക, അത്ലു മാ ഹറമ റബ്ബുകും അലൈക്കും, നിങ്ങളുടെ റബ്ബ് ഏറ്റവും ഗൗരവതരമായ വിഷയങ്ങളായി നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്തൊക്കെയാണത്? അല്ലാ തുശ്രികൂ ബിഹി ഷൈആ, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് ഏറ്റവും നന്നായി പെരുമാറുകയും ചെയ്യുക. സൂറത്തുൽ മറിയമിന്റെ 12 മുതൽ 14 വരെയുള്ള വചനം യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു പറഞ്ഞു കൊടുക്കുകയാണ്, വബർറം ബിവാലിദൈഹി വലം യകുൻ ജബ്ബാറൻ നസിയാ, നീ നിന്റെ പിതാവായ സക്കരിയയോടും നിന്റെ മാതാവിനോടും ഏറ്റവും നന്നായി വർത്തിക്കുക, നീ ഒരിക്കലും ഒരു തെമ്മാടിയും അനുസരണം കെട്ടവനുമാകരുത്. സൂറത്ത് മറിയമിന്റെ 34 മുതൽ 35 വരെയുള്ള വചനം വബർറം ബിവാലിദതി വലം യജഅൽനി ജബ്ബാറൻ ഷഖിയാ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഞാനിതാ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ മാതാവായ മറിയമിനോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറാൻ ഞാനിതാ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. സൂറത്തുൽ അൻകബൂത്തിന്റെ 8-ാമത്തെ ആയത്ത് വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്നാ, നീ നിന്റെ മാതാപിതാക്കളോട് ഏറ്റവും നന്നായി പെരുമാറണമെന്ന് ഞാനിതാ നിന്നോട് വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹ് പറയുകയാണ് മനുഷ്യനോട്, വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽം ഫലാ തുതിഉഹുമാ, ഇനി അവർ നിന്നോട് എന്നിൽ പങ്കു ചേർക്കാൻ കൽപ്പിക്കുകയാണെങ്കിൽ നീ അവരനുസരിക്കേണ്ടതില്ല. സൂറത്തുൽ ലുഖ്മാനിന്റെ 14-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുന്നു, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലത്ഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ വഫിസാലുഹു ഫി ആമൈൻ അനിഷ്കുർ ലീ വലിവാലിദൈക ഇലയ്യൽ മസീർ. മനുഷ്യനോട് ഞാൻ വസിയ്യത്ത് ചെയ്യുന്നു, അവന്റെ മാതാപിതാക്കളോട് നന്മയിൽ വർത്തിക്കാൻ. കാരണം പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസം സഹിച്ചിട്ടാണ് അവന്റെ ഉമ്മ അവനെ ഗർഭം ചുമന്നത്. മാത്രമല്ല അവന് 2 വർഷം മുലയൂട്ടിയതും ഒരുപാട് പ്രയാസങ്ങൾക്ക് നടുവിലൂടെയാണ്. സൂറത്തുൽ അഹ്കാഫിന്റെ 15-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു പറയുന്നു, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലത്ഹു ഉമ്മുഹു കുർഹൻ അലാ കുർഹ്, നിന്റെ ഉമ്മയോടും മാതാപിതാക്കളോട് ഏറ്റവും നന്നായി പെരുമാറാൻ മനുഷ്യനോട് ഞാൻ കൽപ്പിക്കുന്നു. കാരണം അവന്റെ ഉമ്മ അവന് ഗർഭം ചുമന്നത് അങ്ങേയറ്റം പ്രയാസം അനുഭവിച്ചിട്ടാണ്. ഇനിയും ആയത്തുകളുണ്ട്, എത്രയോ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളോട് നീ ഏറ്റവും നന്നായി വർത്തിക്കണമെന്ന് ആവർത്തിച്ച് മനുഷ്യനെ പഠിപ്പിക്കുന്നു. എന്താ കാരണം? ചിന്തിച്ചിട്ടുണ്ടോ പെങ്ങളെയും? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? പടച്ചോനറിയാം, ഈ ഉമ്മയും വാപ്പയും, നീ ഇന്ന് 15, 20, 30, 40 വയസ്സുള്ള ഒരു മനുഷ്യനായി 2 കാലിൽ നിവർന്നു നിന്ന് അന്തസ്സോടെ ആഭിജാത്യത്തോടെ നീ ജീവിക്കുന്നതിന് ആ 2 മനസ്സുകളിൽ നിന്നും ശരീരത്തിൽ നിന്നും പൊഴിഞ്ഞുപോയ കാലങ്ങൾ എത്രയാണ്, ഉതിർന്നു വീണ കണ്ണുനീർ എത്രയാണ്, പ്രയാസങ്ങൾ എത്രയാണെന്ന് ഏറ്റവും നന്നായി അറിയുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ടാണ് പടച്ചോൻ പറഞ്ഞത് വവസ്സൈനൽ ഇൻസാൻ, ഞാൻ വസിയത്ത് ചെയ്യുന്നതാണ്, കൽപ്പനയല്ല, വസിയത്താണ്, ഒരിക്കലും ലംഘിക്കാൻ പാടില്ല. അത്രക്ക് ഗൗരവത്തോടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അല്ലാഹു ഹമലത്ഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ, വഹ്നിന്റെ മേൽ വഹ്ൻ അനുഭവിച്ചിട്ടാണ് അവന്റെ ഉമ്മ അവനെ ചുമന്നത്. എന്താണ് വഹ്ൻ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസമാണിത്. നമുക്ക് പറഞ്ഞറിയിക്കേണ്ട കാര്യം, ഒരു മനുഷ്യൻ, ഒരു പെണ്ണ് പ്രസവത്തിന്റെ സമയത്ത് അനുഭവിക്കുന്ന പ്രയാസം യഥാർത്ഥത്തിൽ മനസ്സിലാവും അവന്റെ കല്യാണം കഴിഞ്ഞ അവന്റെ ഭാര്യ ഗർഭിണിയായാലാണ്. അപ്പോഴാണ് അവൻ നേർക്കുനേരെ കാണുന്നത്. സ്വന്തം ഉമ്മ അനുഭവിച്ച പ്രയാസങ്ങളൊന്നും കാണാനുള്ള അവസരം പടച്ചോൻ അവന് കൊടുത്തിട്ടില്ല. ഒന്ന് കിടക്കാൻ, ഒന്ന് ഇരിക്കാൻ, ഒന്ന് കഴിക്കാൻ, ഒന്ന് കുടിക്കാൻ, ഒന്ന് നടക്കാൻ, ഇഷ്ടമുള്ള എന്ത് കാര്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉമ്മാക്ക് നമ്മെ ചുമക്കുന്ന സമയം കഴിഞ്ഞത്. പണ്ട് ഒരു ഉദാഹരണം പറയാറുണ്ട്, നമ്മുടെ ചെവിയിലേക്ക് ഒരു പ്രാണി പോയി എന്ന് വിചാരിക്കാം. പണ്ടേ പറയുന്ന നമ്മൾ കേൾക്കുന്ന ഉദാഹരണമാണ്. നമ്മുടെ ചെവിയിലേക്ക് ഒരു പ്രാണി പോയി എന്ന് വിചാരിക്കാം. അതങ്ങനെ ചെവിയിൽ കിടന്നിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ പ്രയാസപ്പെടുത്തി ബുദ്ധിമുട്ടിച്ച് കുറേ ദിവസം അവിടെ ഇങ്ങനെ കിടന്ന്, എന്നിട്ട് മൂപ്പർ ഇങ്ങനെ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് വന്നാൽ നമ്മൾ എന്താ പ്രാണിനെ ചെയ്യുക? എടുത്തു മുത്തുവോ?
അല്ലെങ്കിൽ ആ മോനെ താരാട്ടുപാടും അതിനെ എന്താണ് നമ്മളതിനെ ചെയ്യുക? മനുഷ്യന്റെ സ്വാഭാവികമായ അടിച്ച് അതിനെ കൊല്ലും. ഇനി ഓരോരാളുടെ സൈക്കോപാത്തിക് ലെവൽ അനുസരിച്ച് അത് ഈ 3 ദിവസം മോന് കൊടുത്ത വേദന തിരിച്ച് അതിന് എങ്ങനെ കൊടുക്കാൻ പറ്റുന്നോ ഗവേഷണം നടത്തും. അതാണ് ചെയ്യുക. ഉമ്മ അനുഭവിച്ച പ്രയാസം എത്രയാണ്? ഈ 9 മാസം. നമ്മൾക്ക് നമ്മുടെ വീട്ടിലെ പെങ്ങന്മാരും നമ്മുടെ ഭാര്യമാരൊക്കെ ഗർഭം ചുമക്കുന്ന സമയം അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമ്മൾ കാണുന്നത്. രാവിലെ എഴുന്നേറ്റാൽ തുടങ്ങും, എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചാൽ തുടങ്ങും മാനസിക പിരിമുറുക്കങ്ങൾ. ഒരു ഭാഗത്ത് ഒരു പേന താഴേക്ക് വീണാൽ അതൊന്ന് കുനിഞ്ഞെടുക്കാൻ പറ്റൂല, അത്രമാത്രം പ്രയാസം. പോട്ടെ, ഈ പ്രയാസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന ഒരു രംഗമുണ്ട്. മരണവേദന സഹിച്ചിട്ടാണത്. മരണവേദന സഹിച്ചിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഗർഭിണികളായ ആളുകളെ. വേദന വന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ കാർ ഓടിക്കുന്ന മനുഷ്യന്റെ കൈകൾ വിറക്കും. നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. അത് അത്രയും പ്രയാസം. ആ വേദന മുഴുവൻ എത്രയോ എല്ലുകളെ ശരീരത്ത് ഒരുമിച്ച് നുറുങ്ങുന്നതിന്റെ വേദനയാണ് അത്ര ഒരു പ്രസവം നടത്തുമുണ്ടാവുക. ഈ വേദന മുഴുവൻ തന്നിട്ടൊരു കുഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ആ ഉമ്മ, പ്രസവിച്ച് തളർന്ന മാതാവ്, ആ കുഞ്ഞിനെ കൈ കിട്ടുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചെവിയിൽ നിന്ന് പ്രാണി പുറത്തേക്ക് വന്ന പോലെയുള്ള ഒരു മനോനിലയോടുകൂടിയാണ് ഉമ്മ ആ കുഞ്ഞിനെ സ്വീകരിക്കുന്നത്. അല്ലല്ലോ, സ്നേഹവായ്പോടുകൂടി വാത്സല്യത്തിന്റെ പാരമ്യതയിലാണ് ആ ഉമ്മ കുഞ്ഞിനെ സ്വീകരിക്കുന്നത്. എന്നിട്ട് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. പിന്നെ അതിൻ്റെ ഓരോ ഉമ്മമാർ ഈ കുട്ടികളുടെ ഓരോ കളികളും ഓരോ അനക്കങ്ങളും ഓരോ മുഖഭാവങ്ങളും അവർക്ക് വലിയ ആസ്വാദനാണ്. ഇപ്പോൾ പിന്നെ ഒരു കുട്ടിയൊന്ന് ചെറുതായിട്ടൊന്ന് ഒച്ച ഉണ്ടാക്കിയാൽ ഉമ്മ പറയും, ഓ കണ്ടോ കണ്ടോ. നമുക്ക് വലിയ അത്ഭുതമൊന്നും തോന്നില്ല ചിലപ്പോൾ, പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ സംഗതിയാണ്, വലിയ കാര്യം. നമ്മൾ പറയും കൈ വളരുന്നോ കാല് വളരുന്നോ നോക്കിയിട്ടാണ് ഓരോ ഉമ്മയും കുട്ടികളെ വളർത്തുക. ഉറങ്ങാൻ പറ്റുമോ? ശരിക്ക് ഉറങ്ങാൻ പറ്റുമോ? പാല് കൊടുത്തെങ്ങാനും ഉറങ്ങിപ്പോയാൽ ഞെട്ടി എഴുന്നേൽക്കും. കാരണം കുട്ടിയുടെ മുഖത്ത് തുണി വീണിട്ടുണ്ടോ, വേറെന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ? ഇനി കരയാൻ അങ്ങോട്ട് തുടങ്ങിയാലോ, ഇതെന്തിനാണ് കരയണതെന്ന് പറയാൻ ഈ കുട്ടിക്ക് പറ്റോ? വയറുവേദനയായിരിക്കും, തലവേദനയായിരിക്കും. കരച്ചിൽ നിർത്തുന്നില്ലെങ്കിൽ പിന്നെ നട്ടപ്പാതിരാക്ക് ഡോക്ടറെ അടുത്ത് ഓടലായി, അവിടുന്ന് ബേജാറായി, പ്രയാസമായി. ഡോക്ടർമാർ എത്ര ചീത്ത പറഞ്ഞാലും എത്ര ശകാരിച്ചാലും ആ ഡോക്ടർ മുന്നിൽ തലതാഴ്ത്ത് നിൽക്കാൻ, തൻ്റെ കുഞ്ഞിൻ്റെ മറ്റുള്ളവരുടെ മുന്നിൽ വളരെ സ്ട്രോങ് ആയി നിൽക്കുന്ന ആളായിരിക്കും, പക്ഷെ തൻ്റെ കുഞ്ഞിൻ്റെ ഭാവിയും ആരോഗ്യത്തോർത്ത് ഒരു ഉപ്പ എത്ര വേണമെങ്കിലും തലതാഴ്ത്തും, ഒരു ഉമ്മ എത്ര വേണമെങ്കിലും കേൾക്കും. ആ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഏത് സ്കൂളിന്റെ മാനേജ്മെന്റിലും പോയിട്ട് തലതാഴ്ത്തി എരന്നു നിൽക്കും ഉമ്മയും ഉപ്പയും. നമ്മൾ കാണുന്നതല്ലേ ആ കാഴ്ചകൾ പ്രിയപ്പെട്ടവരെ. ആ ഉമ്മ ലേബർ റൂമിന്റെ ഉള്ളിൽ പ്രസവിക്കുന്ന സമയം അതോ അതിനോളം വരുന്ന വേദന മനസ്സിൽ അനുഭവിച്ചിട്ടാണ് ഉപ്പ പുറത്ത് കാത്തിരിക്കുന്നത്, ആ മകനൊന്ന് കാണാൻ വേണ്ടി, മകളൊന്ന് കാണാൻ വേണ്ടി. അവിടുന്ന് അങ്ങോട്ട് അവരുടെ ജീവിതം പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ കഴുതകളുടെ ജീവിതമാണ്, ഭാരം ചുമക്കുന്ന കഴുതകളുടെ ജീവിതം അല്ലേ? ഉമ്മയും ഉപ്പയും നമുക്ക് വേണ്ടിയാണ് കഴുതകളായത്, നമുക്ക് വേണ്ടിയാണ് മൃഗങ്ങളായത്. അവരുടെ സുഖങ്ങൾ വേണ്ടാന്ന് വെച്ചത്, അവരുടെ സന്തോഷങ്ങൾ വേണ്ടാന്ന് വെച്ചത്, എല്ലാം ത്യജിച്ചത്, ഉറക്കം വേണ്ടാന്ന് വെച്ചത്, ഊണ് വേണ്ടാന്ന് വെച്ചത്. കണ്ടിട്ടില്ലേ പ്രവാസ ജീവിതത്തിൽ പല ആളുകളെയും അന്തസ് ഇവിടെ ഈ നാട്ടിൽ വീട്ടിന്റെ ഉള്ളിൽ പെട്ടിയിൽ അടച്ചു വെച്ചിട്ടാണ് പല ആളുകളും ഗൾഫിലേക്ക് പോകുന്നത്. അറബി മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പിയാലും ആ ഉമിനീര്, ആ തുപ്പൽ കൈകൊണ്ട് തുടച്ചിട്ട് ഒരു ചമ്മിയ ചിരിച്ചിരിക്കും, എന്നിട്ട് വീണ്ടും പണിയെടുക്കും. എന്തിനാണെന്നറിയോ? വയറിന്റെ പശിയടക്കാനല്ല. മാസത്തിൽ 1-ാം തീയതിയാകുമ്പോ തന്റെ പണം കാത്തിരിക്കുന്ന പിറക്കമുറ്റാത്ത തന്റെ മക്കളുണ്ട് നാട്ടിൽ, പഠിക്കുന്ന മക്കളുണ്ട് നാട്ടിൽ, തന്നെ കാത്തിരിക്കുന്ന ഭാര്യയുണ്ട് നാട്ടിൽ. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ കോമാളി വേഷങ്ങൾ മുഴുവനും കെട്ടുന്നത്. നാട്ടിലെ കല്യാണങ്ങൾ നടക്കുമ്പോ വീഡിയോ കോൾ വിളിച്ചിട്ട് ആ വീഡിയോ കോളിലൂടെ നിറകണ്ണുകളുമായി ഒന്ന് ആ ഫോൺ ഇങ്ങോട്ട് മാറ്റിപ്പിടിച്ചിട്ട് പല ഉപ്പമാരും കണ്ണ് തുടക്കുന്നുണ്ടാവും. പെരുന്നാൾ നടക്കുന്നുണ്ട്, കുടിയൽ നടക്കുന്നുണ്ട്, കല്യാണാഘോഷങ്ങൾ നടക്കുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. അതിനൊന്നും പങ്കെടുക്കാതെ ഈ പിതാക്കന്മാർ അറബിയുടെ ആട്ടും തുപ്പലുമേറ്റ് ഒരു സെക്കൻഡറി സിറ്റിസണായി, ഒന്ന് അന്തസ് പോലും ഇല്ലാത്ത പല പണികളും എടുക്കുന്നത് സ്വന്തം മക്കളെ പോറ്റി വളർത്തുന്നതിന് വേണ്ടി തന്നെയാണ് പ്രിയപ്പെട്ടവരെ. അതവർക്കൊരു പ്രയാസമായിട്ട് തോന്നിയിട്ടില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ 12ഉം 13ഉം മണിക്കൂർ പണിയെടുത്ത് വായിക്ക് രുചിയുള്ള ഒരു ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ റൂമിൽ വന്ന് തിരിച്ച് കിടന്നുറങ്ങുമ്പോ ആ മക്കളുടെ 2 സംസാരം മാത്രം മതി, ആ മക്കളുടെ 2 വാക്കുകൾ മാത്രം മതി. കഴിഞ്ഞ മണിക്കൂറുകളിൽ അയാൾ അനുഭവിച്ച ചൂട് മുഴുവൻ ആ മനുഷ്യൻ മറക്കാൻ.
കഴിഞ്ഞ മണിക്കൂറുകളിൽ ആ മനുഷ്യൻ സഹിച്ച പ്രയാസങ്ങൾ മുഴുവൻ ഒരു നിമിഷം മറക്കാൻ. അതുപോലെ തന്നെ നമ്മുടെ ഉമ്മയും ദാരിദ്ര്യം അറിയിച്ചു തന്നിട്ടില്ല. അടുപ്പിൽ പുകയാത്ത സമയത്ത് പോലും മറ്റുള്ളവരുടെ മുന്നിൽ ഇരന്നിട്ട് സ്വന്തം മക്കളുടെ പശിയടക്കിയ മാതാക്കളുണ്ട്. പിതാക്കൾ മരിച്ചുപോയി പറക്കമുറ്റാത്ത മക്കളെ പോറ്റു വളർത്തുന്നതിന് വേണ്ടി അന്യന്റെ വീട്ടിലെ പാത്രത്തിന്റെ എച്ചിൽ കഴുകി അവിടെയും തന്റെ അന്തസ് പണയം വെച്ച് തന്റെ മക്കൾ പട്ടിണി കിടക്കരുത്, അവർ പ്രയാസപ്പെടരുത് എന്ന് നിർബന്ധം പിടിക്കുന്ന മാതാപിതാക്കളുണ്ട്. ഈ സംവിധാനം മാതാപിതാക്കളുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്തത് അള്ളാഹുവാണ്. എത്ര ആത്മാർത്ഥമായിട്ടാണ് പടച്ചോൻ ഈ മാതാപിതാക്കൾ മക്കൾക്ക് നൽകിയ സ്നേഹമെന്ന് അറിയുന്നവനാണ് റബ്ബ്. അതുകൊണ്ടാണ് റബ്ബ് പറഞ്ഞത് വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന. മനുഷ്യരോട് നാം കൽപ്പിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു അവരുടെ മാതാപിതാക്കളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറാൻ. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ വിഷയം അതാണ്, അവർ നമുക്ക് വേണ്ടി മാറ്റിവെച്ച ജീവിതത്തിലെ ത്യാഗം, അവർ നമുക്ക് വേണ്ടി അനുഭവിച്ച പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ. രണ്ടാമത്തെ വിഷയം എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വീഴാൻ നമ്മൾ കാരണക്കാരായാൽ വല്ലാഹി റബ്ബിനെ തന്നെയാണ് സത്യം, അർശിന്റെ ഉടമസ്ഥനായ പടച്ചവനെ തന്നെയാണ് സത്യം, അതിന് കണക്ക് പറയാതെ മലക്കുൽ മൗത്തിനെ നമ്മൾ കാണില്ല. ഉറപ്പാണത്. ഈ ദുനിയാവിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അത് പഠിപ്പിക്കും. ഒന്നുകിൽ നമ്മുടെ മക്കളെ കൊണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അത് പഠിപ്പിച്ചിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. പണ്ട് ഒരു മകൻ, ഒരു ഉപ്പ വയസ്സായി രോഗിയായി കുറെ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി, അങ്ങനെ അയാൾ വലിയ ഭാരമായിട്ട് അയാളെ കൊല്ലാൻ കൊണ്ടുപോകുന്ന ഒരു പാറമടക്കിലേക്കാണ്. പാറമടക്കിലെത്തിയപ്പോ ആ പാറമടയിൽ ഒരു മകൻ തന്റെ പിതാവിനെ വലിച്ചെറിയാൻ വേണ്ടിയിട്ട് ഒരു കൊല്ലിയുടെ അടുത്തെത്തി. അപ്പോ ആ ഉപ്പ മോനോട് പറഞ്ഞു, മോനെ നീ കുറച്ചുകൂടി തെറ്റി നിന്നിട്ട് അവിടെ എന്നെ വലിച്ചെറിയണം. അപ്പൊ മോൻ ചോദിച്ചു, എന്താ ഉപ്പ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? അപ്പോ ഉപ്പ മറുപടി പറഞ്ഞത്രേ, ഇവിടുന്ന് കുറച്ച് മാറി ആ സ്ഥലത്ത് നിന്നാണ് ഞാൻ എൻ്റെ ഉപ്പാനെ വർഷങ്ങൾക്ക് മുമ്പ് വലിച്ചെറിഞ്ഞത്, അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ നീ എന്നെ വലിച്ചെറിയണം എന്ന് പറഞ്ഞു എന്നാണ്. ഒരു പിതാവ് മരിച്ചിട്ട് ആ പിതാവിന് ഭക്ഷണം കൊടുത്തിരുന്ന പഴയ പാത്രങ്ങളും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പഴയ വസ്ത്രങ്ങളും പഴയ പുതപ്പുകളും എല്ലാം ചുരുട്ടിക്കൂട്ടി കത്തിക്കാൻ പോകുമ്പോൾ ചെറിയ 5 വയസ്സുള്ള മകൻ വന്നിട്ട് ആ പാത്രം ഇങ്ങനെ എടുത്തു വെക്കാണ്. പാത്രം എടുത്തു വെച്ചിട്ട് പിന്നെ അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഉപ്പ ചോദിച്ചു, അതെന്തിനാ മോനെ? അപ്പോൾ മോൻ തിരിച്ചു പറഞ്ഞു, ഇത്രേ ഇത് നിങ്ങൾക്ക് വയസ്സായാലും ഭക്ഷണം തരാൻ വേണ്ടിയിട്ടാണ്. ഇതിലല്ലേ ഉപ്പ ഭക്ഷണം കഴിച്ചിരുന്നത്. ഞാൻ വലുതായി, നിങ്ങൾ വയസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭക്ഷണം തരാൻ വേണ്ടിയിട്ടാണ് ഈ പാത്രം എന്ന് പറഞ്ഞിട്ട് ആ പാത്രം ആ മകൻ എടുത്തു വെച്ചത്ര. പ്രിയപ്പെട്ടവർ, ഈ ദുനിയാവിൽ അനുഭവിക്കാതെ പോകാൻ നമുക്ക് കഴിയില്ല. മാതാവിന്റെയോ ഉമ്മയുടെയോ ഉപ്പയുടെയോ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വീഴാൻ നമ്മൾ കാരണക്കാരായിട്ടുണ്ടെങ്കിൽ ഈ ദുനിയാവിൽ നിന്ന് അനുഭവിക്കാതെ പോകാൻ തീർച്ചയായും നമുക്ക് കഴിയില്ല. എണ്ണി കണക്ക് പറയേണ്ടി വരും. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് പ്രിയപ്പെട്ടവരെ. ജുറൈദ് എന്ന് പറയുന്ന ആബിദായ മനുഷ്യൻ, സദാസമയവും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തിരുന്ന മനുഷ്യൻ, അദ്ദേഹം ഉമ്മാനെ ബുദ്ധിമുട്ടിച്ചിട്ടൊന്നുമില്ല, ഉമ്മാനെ പ്രയാസപ്പെടുത്തിയിട്ടൊന്നുമില്ല, തെറി വിളിച്ചിട്ടൊന്നുമില്ല. പിന്നെന്താണ് സംഭവം? അദ്ദേഹം നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ ഉമ്മ പുറത്തുനിന്ന് വന്ന് വിളിച്ചു, മോനെ. നിസ്കാരത്തിലായോണ്ട് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. 3 ദിവസം ഇത് ആവർത്തിച്ചു. ആ മാതൃ മനസ്സ് വേദനിച്ചു. അവർ പറഞ്ഞു, അള്ളാഹു ഒരു വേശ്യയുടെ ആരോപണം നിന്നിൽ ഏൽപ്പിച്ചിട്ടല്ലാതെ നീ മരിക്കില്ല എന്ന് അവർ ശപിച്ചു. ആ ശാപം വളരെ കൃത്യമായി ജുറൈജിന്റെ ജീവിതത്തിൽ ആ ഉമ്മയുടെ മരണശേഷം കണ്ടെത്തി എന്നുള്ളതാണ്, വന്നു എന്നുള്ളതാണ്. ആ നാട്ടിലെ വളരെ വൃത്തികെട്ട ഒരു അഭിസാരിക, അവർക്ക് ജനിച്ച കുഞ്ഞിന്റെ പിതൃത്വം ഈ ജുറൈജ് എന്ന് പറയുന്ന മഹാനുഭവന്റെ മനുഷ്യന്റെ മേലെ കെട്ടിവെച്ചു. ആളുകൾ ജുറൈജിന്റെ മിഹ്റാബിന്റെ മുന്നിൽ തടിച്ചുകൂടി. ഇതായിരുന്നല്ലേ നിന്റെ യഥാർത്ഥ സ്വഭാവം, നീ പകൽമാന്യനായിരുന്നല്ലേ എന്ന് പറഞ്ഞ ആളുകൾ കുത്തുവാക്ക് പറയാൻ തുടങ്ങി. അവസാനം അത്ഭുതകരമായ രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജുറൈജ് എന്ന് പറയുന്ന ആബിദായ മനുഷ്യനെ ആരോപണത്തിൽ രക്ഷിച്ചത്. നമ്മുടെ ഉമ്മയുടെയോ ഉപ്പയുടെയോ ഹൃദയം ഒരു നിമിഷം, ഒരു പക്ഷെ അവർ വാക്കുകൊണ്ട് പറയില്ലായിരിക്കാം പ്രിയപ്പെട്ടവരെ, അവർ ശപിക്കില്ലായിരിക്കാം, പക്ഷേ അള്ളാഹു നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്, മനസ്സിലേക്കാണ്. ആ മനസ്സ് നീറിയിട്ടുണ്ടെങ്കിൽ, ആ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ആ വേദന പ്രാർത്ഥനയായി പടച്ചോൻ എടുക്കുകയും ചെയ്യും, ഈ ദുനിയാവിൽ വെച്ച് തന്നെ അത് തരുകയും ചെയ്യും. പല ആളുകളെയും നിങ്ങൾ നോക്കിക്കോ, ജീവിതത്തിൽ പ്രയാസപ്പെടുന്ന ഒരു മൃഗത്തിന്റെ വില പോലും ഇല്ലാതെ, നാട്ടാർക്കും വേണ്ടാതെ, വീട്ടാർക്കും വേണ്ടാതെ, പരിചയക്കാർക്കും വേണ്ടാതെ, ഒരു വിലയുമില്ലാതെ നാട്ടിൽ നടക്കുന്ന മനുഷ്യന്മാരുടെ പാസ്റ്റ് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കണം, ഭൂതകാലം നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കണം. മാതാപിതാക്കളുടെ നിന്ദിച്ചവനായിരിക്കും. ഹുഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളുടെ നിന്ദിക്കുക എന്നത് വൻപാപത്തിൽ എണ്ണിയിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ ദുനിയാവിൽ അതിന് കണക്ക് പറയാതെ
നമുക്കൊരിക്കലും പോകാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ. മൂന്നാമത്തെ വിഷയം, വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരുന്നു, റിദല്ലാഹു ഫീ റിദൽ വാലിദൈൻ വസുഖ്തുല്ലാഹു ഫീ സുഖ്തുൽ വാലിദൈൻ. നിനക്ക് അല്ലാഹുവിന്റെ തൃപ്തി വേണോ? മാതാപിതാക്കളുടെ തൃപ്തിയിൽ അതുണ്ട്. നിനക്ക് അല്ലാഹുവിന്റെ വെറുപ്പ് വേണോ? മാതാപിതാക്കളുടെ വെറുപ്പിലും അതുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ വാലിദു ഔസതു മിൻ അബ്വാബിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ നടുവിലുള്ള ാണ് മാതാപിതാക്കൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, അദ്ദേഹം മരിച്ചപ്പോ ആ മകന്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് ധാരധാരയായി ഒഴുകാണ്. ആളുകൾ ചോദിച്ചു, മോനെ നീ എന്താണ് ഇങ്ങനെ കരയുന്നത്? എന്താണ് നിന്നെ ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നത്? ആ മകൻ പറഞ്ഞു, അത്രേ, എനിക്ക് എന്റെ വാപ്പ മരിച്ചതിലുള്ള ദുഃഖമല്ല, പക്ഷേ സ്വർഗത്തിലേക്കുള്ള ഒരു വാതിൽ അടഞ്ഞുപോയി എന്ന് ചിന്തിക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എന്റെ പ്രയാസത്തെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നാണ് ആ മനുഷ്യൻ മറുപടി പറഞ്ഞത്. യമനിൽ നിന്ന് ഒരു മനുഷ്യൻ, ഒരു സഹാബി റസൂലിനെ കാണാൻ വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ജിഅ്തുക മിൻ യമൻ, ഞാൻ യമനിൽ നിന്നാണ് അങ്ങയുടെ അടുത്തേക്ക് വരുന്നത്. ഇസ്ലാം സ്വീകരിക്കാൻ, അങ്ങയുടെ കൂടെ പ്രവർത്തിക്കാൻ, ജിഹാദ് ചെയ്യാൻ, യുദ്ധം ചെയ്യാൻ, ഷഹീദാവാൻ. ഞാൻ യമനിൽ എന്റെ മാതാപിതാക്കളെ ഉപേക്ഷിച്ചിട്ടാണ് വന്നത്. ഞാൻ അവിടുന്ന് വരുമ്പോൾ അവർ രണ്ടുപേരും കരയുകയായിരുന്നു. ആ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനോട് തിരിച്ചു പറഞ്ഞു, നീ വന്നത് അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണോ? നീ വന്നത് അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാണോ? ഫർജി ഇലൈഹിമാ, എങ്കിൽ നീ നിന്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് തിരിച്ചു പോകുക. അവിടെയാണ് അല്ലാഹുവിന്റെ തൃപ്തിയുള്ളത്, അവിടെയാണ് അല്ലാഹുവിന്റെ റിള ഉള്ളത്. എന്നിട്ട് നീ അവരെ ചിരിപ്പിക്കുക. കരയിപ്പിച്ചിട്ടല്ല നീ ഇങ്ങോട്ട് വന്നത്, അവരെ നീ ചിരിപ്പിക്കുക. അവരുടെ ചിരിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തിയുള്ളത്, അവരുടെ കരച്ചിലാണ് അള്ളാഹുവിന്റെ വെറുപ്പുള്ളത്. പ്രിയപ്പെട്ടവരെ, എത്രമാത്രം മഹത്വമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാതാപിതാക്കൾക്ക് നൽകിയത് എന്ന് നിങ്ങൾ നോക്കണം പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിന്റെ തൃപ്തിയും സ്വർഗവും കിടക്കുന്നത് മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സൗദി അറേബ്യയിൽ ഒരു കോടതിയിൽ ഒരു കേസ് അടക്കാണ്. എന്താണ് കേസ്? മൂത്ത മകനും ഇളയ മകനും തമ്മിലാണ് കേസ്. വയസ്സായ ഒരു പിതാവിന്റെ സംരക്ഷണം ആര് ഏറ്റെടുക്കും എന്ന വിഷയത്തിലാണ് കേസ് അടക്കുന്നത്. ഓൻ ഏറ്റെടുക്കണം, അല്ല ഓന ഏറ്റെടുക്കേണ്ടത്. ഇനി ഞാൻ കുറെ നാൾ നോക്കിയെന്ന് പറഞ്ഞിട്ടല്ല, ഞാൻ കുറെ നാൾ നോക്കിയിട്ടുണ്ട്, ഇനിയും എനിക്ക് തന്നെ അതിനുള്ള അവസരം കിട്ടണം എന്ന മൂത്ത മകനും, ഇളയ മകൻ എനിക്ക് ഉപ്പാനെ നോക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഇനി എനിക്ക് അവസരം വേണമെന്ന് ഇളയ മകനും. ഇതാണ് കേസ്. ആ കേസിന്റെ അവസാനം വിധി വന്നു. ഇളയ മകൻ ഇനി കുറച്ചു കാലം ഉപ്പാനെ പരിചരിക്കട്ടെ എന്ന് വിധി വന്നപ്പോ പൊട്ടിക്കരഞ്ഞിട്ട് ആ മൂത്ത മകൻ ഇറങ്ങിപ്പോയി. അദ്ദേഹം പറഞ്ഞ വാക്കെന്താ അറിയോ? അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ പറഞ്ഞ അതേ വാക്കാണ്. ആ ജഡ്ജിയുടെ മുഖത്ത് നോക്കി, കോടതിയുടെ വാതിലിന്റെ അടുത്ത് നിന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ജഡ്ജിയോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അടച്ചു കളഞ്ഞത് എന്റെ സ്വർഗത്തിലേക്കുള്ള വാതിലാണ്, നിങ്ങൾ അടച്ചു കളഞ്ഞത് എന്റെ സ്വർഗത്തിലേക്കുള്ള വാതിലാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യം കെട്ടവനാരാണെന്നറിയോ? ഉമ്മയും ഉപ്പയും ജീവിച്ചിരുന്നിട്ടും സ്വർഗത്തിൽ ഉന്നത സ്ഥാനം കരസ്ഥമാക്കാൻ കഴിയാത്തവനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യം കെട്ടവൻ. ഓരോളം നിർഭാഗ്യവാനായ മറ്റാരുമില്ല. പ്രിയപ്പെട്ടവരെ, ഉമ്മാന്റെയും ഉപ്പാന്റെയും അടുത്ത് നമ്മളൊന്നിരിക്കുന്നതും അവരോട് സംസാരിക്കുന്നതും അവരുടെ കാര്യങ്ങൾ ചോദിക്കുന്നതും അവരോട് ചിരിക്കുന്നതും അവരെ ചുംബിക്കുന്നതും എല്ലാം അള്ളാഹുവിന്റെ സവിധത്തിൽ വലിയ പ്രതിഫലമുള്ള വിഷയമാണ്, വലിയ ശ്രേഷ്ഠതയുള്ള വിഷയമാണ്. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരോട്, ഉമ്മയും ഉപ്പയും ജീവിച്ചിരിക്കുന്ന ഭാഗ്യവാന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഒരു നിമിഷം പോലും നിങ്ങൾ പാഴാക്കി കളയരുത്. ഉമ്മാനെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന, ഉപ്പാനെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന ഒരു നിമിഷം പോലും നിങ്ങൾ പാഴാക്കി കളയരുത് എന്ന് ഞാൻ പറയുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാതാപിതാക്കളെ ഏറ്റവും നല്ല രീതിയിൽ പരിചരിക്കുന്ന, അവരിലൂടെ അല്ലാഹുവിന്റെ തൃപ്തി നേടിയെടുക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.